1000 രൂപയുടെ 18 മാസ തവണകളും സ്കീം 2-ൽ 2000 രൂപയുടെ 15 മാസ തവണകളുമാണുള്ളത്. ഓരോ മാസവും നറുക്കെടുപ്പ്. വിജയികൾ തുടർന്ന് പണമടയ്ക്കേണ്ടതില്ല. അനുപമ ഗോൾഡ് ഗാലറി, ഗോൾഡൻ ഡയമണ്ട്, എടവണ്ണ, തിരുവാലി, ഒതായി. മലയാള നാടിന് വർണ്ണവും നിറവുമേകാൻ ഇതര സംസ്ഥാനക്കാർ. തമിഴ്നാട്, സേലം ഭാഗങ്ങളിൽ നിന്നുള്ളവരാണ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വഴിയോരങ്ങളിൽ പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന ചെടികളുമായി വിൽപ്പനക്കായി എത്തിയിരിക്കുന്നത്. ഞങ്ങളുടെ റിപ്പോർട്ടർ സാജിദായി പകർത്തിയ കാഴ്ചകളിലേക്ക് പോകാം. വിവിധ വർണ്ണങ്ങളിൽ ധാരാളം പൂക്കൾ പുഷ്പിക്കുന്ന ജമന്തി, റോസ് തുടങ്ങിയ ചെടികളാണ് ഇവരുടെ അടുത്ത് കൂടുതലുമുള്ളത്. ആകർഷിക്കുന്ന ഗന്ധവും നിറവുമുള്ള ചെടികളാണ് ഇവർ വിൽപ്പനക്കായി തെരുവോരങ്ങളിൽ എത്തിക്കുന്നത്. തമിഴ്നാട്, സേലം സ്വദേശികളായ കുടുംബങ്ങളാണ് ചെടി വിൽപ്പനയുമായി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. ഭാര്യയും ഭർത്താവും മക്കളും ബന്ധുക്കളും അടങ്ങുന്ന കുടുംബങ്ങൾ കർണാടകയിൽ നിന്നും തീവണ്ടി മാർഗം ചെടികൾ സംസ്ഥാനത്തെത്തിച്ച് വിവിധ സ്ഥലങ്ങളിൽ തെരുവോരങ്ങളിൽ കൊണ്ടുപോയി വിൽപ്പന നടത്തുകയാണ് ചെയ്യുന്നത്. താരതമ്യേന വിലക്കുറവുണ്ടെന്നതിനാൽ ആവശ്യക്കാർ ഏറെയാണ് ഇവരുടെ ചെടികൾക്ക്. 300ഓളം ചെടികൾ മണിക്കൂറുകൾക്കുള്ളിലാണ് വിൽപ്പന നടത്തുന്നത്. കർണാടകയേക്കാൾ കൂടുതൽ ആവശ്യക്കാരും കൃത്യമായി പണം നൽകുന്നതുമാണ് കേരളത്തിൽ വിൽപ്പനയ്ക്ക് വരാൻ ഇടയാക്കിയതെന്നും വിൽപ്പനയ്ക്കെത്തിയ കുടുംബാംഗങ്ങൾ പറഞ്ഞു. ഞങ്ങൾ കച്ചവടം ചെയ്യാന് കുഴപ്പമില്ല, ഞങ്ങൾ കുറച്ച് കച്ചവടം കിട്ടുന്നുണ്ട്. ഞങ്ങൾ എപ്പോഴും ഈ കച്ചവടം തന്നെ, ആൾക്കാരൊക്കെ നല്ല സ്വീകരിച്ച് വാങ്ങുന്നുണ്ട്, കുഴപ്പമില്ല. റോസ് 60 രൂപ, ജമന്തി 3 100 രൂപ. കുറച്ച് വില കൊടുക്കുന്നത് ആൾക്കാർ വാങ്ങിക്കൊണ്ടുവരുന്നു, ഇഷ്ടംപോലെ ആൾ വരുന്നു. ഏകദേശം നമുക്ക് ചിലപ്പോൾ കിട്ടും, ചിലപ്പോൾ കിട്ടില്ല, അപ്പം അറിയാൻ പറ്റില്ല. 300 ചെടി കൊണ്ടുവരും. ഞങ്ങൾ തമിഴ്നാട്ടുകാരാണ്, സേലത്തിൽ നിന്ന് വരിക. കുറച്ചു കാലമായി സംഘത്തിലെ ഒരു സ്ത്രീ എടവണ്ണയിലാണ് കച്ചവടം നടത്തുന്നത്. എടവണ്ണ CPI ജംഗ്ഷനിലെ ഈസ്റ്റോർ മൊബൈൽ ഷോപ്പിന് സമീപത്ത് റോഡിന് ചേർന്നാണ് ഇവർ ചെടികൾ നിരത്തിവെച്ചത്. മാന്യമായ പെരുമാറ്റവും വിലപേശാത്ത സ്വഭാവവും മലയാളികൾക്കുണ്ടെന്നും ഇവർ പറയുന്നു. പ്രത്യേകിച്ച് മലപ്പുറംകാരുടെയും എടവണ്ണയുടെയും സ്നേഹവും സഹകരണവും അവർ എടുത്തു പറഞ്ഞു. തീവണ്ടി മാർഗം ചെടികൾ എത്തിക്കുന്നതിലെ പരിമിതി കൊണ്ട് ഒന്നിടവിട്ട ദിവസങ്ങളിൽ കർണാടകയിൽ പോയി ചെടികൾ കൊണ്ടുവരേണ്ടി വരുന്നുണ്ടെന്നും ഇവർ പറഞ്ഞു. ഈസ്റ്റ് ലൈവ്, എടവണ്ണ.